കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയതോടെ തോട്ടപ്പള്ളി പൊഴി മുറിക്കുന്നത് 20 മീറ്റർ അകലെ വെച്ച് നിർത്താൻ നിർദ്ദേശം. ജില്ലാ കലക്ടർ അലക്സ് വർഗീസാണ് നിർദ്ദേശം നൽകിയത്. കപ്പലിലെ രാസമാലിന്യം കടലിലൂടെ കായലിൽ കയറുമോ എന്ന ആശങ്കയിലാണ് പൊഴി മുറിക്കൽ നിർത്തുന്നത്. ശരത് എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കൊല്ലം തീരത്ത് ഒരു ആശങ്കയുടെ ഒരു സന്ദർഭം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ തീരങ്ങളിൽ അങ്ങനെ ഇല്ലെങ്കിൽ കൂടിയും ഈ പൊഴി മുറിക്കുന്നത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ രാസമാലിന്യമൊക്കെ കായലിലേക്ക് കയറിയാൽ ഒരുപാട് പേരുടെ അതിജീവനം പോലും പ്രതിസന്ധിയിലാവും. വെങ്കി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ ഇപ്പോൾ ഈ പൊഴിമുറിക്കൽ നിർത്തിവെച്ചിരിക്കുന്നത്, അതായത് 20 മീറ്റർ അകലെ വെച്ച് പൊഴിമുറിക്കൽ നിർത്താനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെയാണ് ഈ തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തന്നെ ഇതിന്റെ യന്ത്രങ്ങളൊക്കെ എത്തിച്ച് പൊഴിമുറിക്കൽ ആരംഭിച്ചു. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഈ കപ്പലിലെ രാസമാലിന്യമടക്കം കടലിലേക്ക് പടരുകയും അത് മത്സ്യബന്ധനത്തിനടക്കം ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും പൊഴിമുറിക്കൽ 20 മീറ്റർ അകലെ വെച്ച് നിർത്താൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 200 മീറ്ററാണ് തരത്തിൽ പൊഴി മുറിക്കേണ്ടത്. ഇതിൽ 150 മീറ്റർ പൊഴി മുറിച്ച ശേഷം ബാക്കി 20 മീറ്റർ ഈ കടലിനോട് ചേർന്നുള്ള 20 മീറ്റർ അകലെ വെച്ച് നിർത്തിവെക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുവരെ, അതായത് 150 മീറ്റർ നിലവിൽ എന്തായാലും പൊഴിമുറിക്കൽ അത്തരം നടപടികൾ തുടരാം. പക്ഷേ 20 മീറ്റർ അകലെ വെച്ച് ഇത് നിർത്തണമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് വശത്താണ് ഈ കപ്പൽ മുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കടലിൽ ഓയിലിന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടെ എത്തി കടലിലെ വെള്ളം ശേഖരിച്ച് അത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ അടക്കം തന്നെ പരിശോധന ഫലം വന്നാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ആ സാഹചര്യത്തിൽ നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ കടലിൽ രാസമാലിന്യത്തിനടക്കം സാന്നിധ്യമുണ്ടോ എന്ന് വ്യക്തമല്ലാത്തതിനു കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മുൻ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ജാഗ്രത കൂടി ഭാഗമായിട്ടാണ് കളക്ടർ ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു 20 മീറ്റർ അകലെ വെച്ചിട്ട് പൊഴിമുറിക്കൽ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തോട്ടപ്പള്ളി പൊഴിമുറിക്കുന്നത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം എന്നോണമാണ് ഇത്തരത്തിൽ പൊഴിമുറി ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജില്ലയിൽ പലപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് കുട്ടനാട് ഭാഗങ്ങളിലാണ്. അത്തരം മേഖലകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനാണ് ഇപ്പോൾ ഈ തോട്ടപ്പള്ളി ഭാഗങ്ങളിൽ പൊഴിമുറി ആരംഭിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ മഴക്കാലത്ത് അത് നിർത്തിവെക്കുമ്പോൾ ചില ആശങ്കകൾ ഉണ്ട്. കാരണം ഇത്തരം രാസമാലിന്യങ്ങൾ അകത്തേക്ക് കയറുമെന്ന് പറയുമ്പോൾ പോലും ഈ പൊഴിമുറിച്ചില്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയായി മുന്നിലുള്ളത് ഈ കുട്ടനാട് മേഖലയിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്നൊരു ആശങ്ക ആ പ്രദേശവാസികൾക്കുണ്ട്. അതേസമയം ഈ പൊഴി മുറിച്ചാൽ ഈ പ്രതിസന്ധി, അതായത് കടലിലെ രാസമാലിന്യം കായലിലേക്ക് കയറുമോ എന്നൊരു ആശങ്ക കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ എന്തായാലും ഈ 20 മീറ്റർ അകലെ വെച്ച് നിർത്തിയ ശേഷം വേണ്ട പരിശോധനകൾ നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്.